to receive the flag of the national award. ഞാൻ അശ്വിനെ ആദ്യമായിട്ടാണ് കാണുന്നേ. അപ്പോൾ കൈയൊക്കെ പിടിച്ചൊന്ന് കെട്ടിപ്പിടിച്ച് ആദ്യമായിട്ട് കാണുമല്ലേ. കെട്ടിപ്പിടിയില്ല നമുക്കൊരു പരിപാടിയില്ല. കെട്ടിപ്പിടി നമ്മുടെ മെയിൻ ഐറ്റമാണ്. കെട്ടിപ്പിടിയില്ല നമ്മൾ എങ്ങനെ ജീവിക്കും മച്ചാനെ. ഫസ്റ്റ് കണ്ടു അപ്പോൾ അങ്ങ് നിന്ന് അശ്വിനെ വിളിച്ചോണ്ട് വരുവാ. എടാ വാ വാ ദേ അവിടെ മീഡിയക്കാർ നിൽപ്പുണ്ട്, അവിടെ പോയി നിന്നെ കെട്ടിപ്പിടിക്കണം. നല്ല സാധനം കത്തത്തുള്ളൂ, മനസ്സിലായി. ചുമ്മാ എനിക്ക് കെട്ടിപ്പിടിക്കാനാണ് കെട്ടിപ്പിടിച്ചാൽ പറ്റും. അങ്ങനെയല്ല, നാട്ടുകാർ കാണണം ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്ന കാര്യം. ബാബ എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത് നമ്മുടെ അശ്വിൻ നമ്മൾ ആദ്യമായിട്ട് കാണുക, എന്നാൽ പിന്നെ അവനൊന്ന് കൈയൊക്കെ കൊടുത്തൊന്ന് കെട്ടിപ്പിടിക്കാന്ന് വെച്ച് കെട്ടിപ്പിടുത്തം. ആൽബത്തിൽ കെട്ടിപ്പിടുത്തം, വീട്ടിൽ കെട്ടിപ്പിടുത്തം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കളിക്കാൻ പോയപ്പോൾ അവിടെ കെട്ടിപ്പിടുത്തത്തോട് കെട്ടിപ്പിടുത്തമാണ് രേണുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം തോന്നുന്നു. ഇതെന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ഈ ബിഗ് ബോസ് താരങ്ങളുടെ എല്ലാം കൂടെ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബിഗ് ബോസ് താരമാണല്ലോ, കഴുത്ത പിടിച്ച് കളിത്തല്ലെങ്കിലും രേണു ഒരു ക്രിക്കറ്റ് താരമാണ്, ബിഗ് ബോസ് താരമാണ്. അപ്പോൾ ആ സമയത്ത് പോയപ്പോൾ സംഭവിച്ച ചില സംഭവവികാസങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ബാക്കി കാണാം. എടോ നമ്മക്കറിയാമോ ഈ അശ്വിൻ ആരായിരുന്നു? അശ്വിൻ അറിയത്തില്ല. അശ്വിൻ പണ്ടൊരു കോമഡി ഉണ്ടായിരുന്നല്ലോ, ജവഹർലാൽ നെഹ്റുവിനെ അറിയുമോ, രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിനെ അറിയുമോ, ഇന്ന ആളുകളെ അറിയുമോ? ഇല്ല. നിനക്ക് ദാസപ്പനെ അറിയൂ, കൂട്ടപ്പനെ അറിയൂ. ഇതാ പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊന്നും നിനക്കും അറിയാൻ പാടില്ല, നിൻ്റെ കൂട്ടുകാരൊന്നും എനിക്കും അറിയാൻ പാടില്ലെന്ന്. അതേപോലെ രേണുവിൻ്റെ കാര്യം. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അവിടുന്ന് ഇവനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വരെ വിളിച്ചോണ്ട് വന്നാ. ഇത് അശ്വിൻ ആരാ? നമ്മക്കറിയൂ ഈ അശ്വിൻ ആരാന്നുള്ളത്. ഏതോ ഒരുത്തനെ അവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് ക്യാമറയുടെ മുമ്പിൽ നിന്ന് കെട്ടിപ്പിടിച്ച്. എന്നാലേ നാളെ ചർച്ചയാകത്തുള്ളൂ. ചർച്ചയാക്കാം, ചർച്ച ചെയ്യുന്നു ഞാൻ. ഇവനെ ആദ്യമായിട്ടാണ് കാണുന്നേ. ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ഞരമ്പന്മാരുണ്ടല്ലോ, രേണു ആദ്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ കെട്ടിപ്പിടിക്കും. അപ്പോൾ രേണുവിനെ നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട് കെട്ടിപ്പിടിക്കും. ഇവൻ ആരുവേ? രേണു ആദ്യം എന്തോ വേർത്തൻ ഇല്ല മുടി വളർത്തിയിരുത്തനുണ്ടല്ലോ, അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചിട്ടാണ് തുടങ്ങിയത്. ഞങ്ങൾ ഫ്ലാറ്റിൽ ഒന്നിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങി. ഇപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു ഇവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇവനെ ഞാൻ കെട്ടിപ്പിടിച്ച്. ഇവനൊക്കെ ആരുവേ? ഇവനൊക്കെ എന്തിനാ കെട്ടിപ്പിടിക്കുന്നേ? അതൊക്കെ അവരുടെ കാര്യം, അതൊക്കെ അതിലൊന്നും നമ്മളിടപെടാൻ പാടില്ല. ഇനി നമുക്ക് രേണുവിൻ്റെ മറ്റു കുറച്ച് കലാവിരുന്നുകൾ കാണാം. മാനേജറിൽ വന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? ഓക്കെ, രേണുവിൻ്റെ മാനേജറെ കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പരക്കുന്നു. അവരൊരു മോശം സ്ത്രീയാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നല്ലോ. എൻ്റെ രേണുവിൻ്റെ അഭിപ്രായം പറഞ്ഞ അവളന്മാരാ മോശം. നമ്മൾ ക്ലാസ് ആൾക്കാരാ. നമ്മളെന്തിനാ മോശം പറയുന്നത്? നമ്മൾക്ക് സൂപ്പർ ആൾക്കാരാ. രേണു അങ്ങനെ നമ്മളെ കൂടെ വയ്ക്കുന്ന ഒരാളെ മോശമൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഒരു കരിഷ്മ സൂപ്പർ കിടുക്കാച്ചി. രേണു അതിനേലും ഫാന്റാസ്റ്റിക് അമേസിംഗ് പേഴ്സൺ. മനസ്സിലായോ? എന്നവളാണ് മോശം. അവരുടെ കരിഷ്മ എന്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. രേണു കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തി കരിഷ്മ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തി രേണു. ഇവർ പരസ്പര പൂരകങ്ങളാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കരിഷ്മ ഇല്ലാതൊരു പരിപാടി രേണുവിനില്ല. രേണു ഇല്ലാതെ കരിഷ്മയ്ക്ക് ഒരു പ്രോഗ്രാം പോലും കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സ്നേഹത്തിലവരെല്ലാം. ഇതുങ്ങളെല്ലാം കാണുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കരിഷ്മയുടെ ഇതുപോലത്തെ ഏതാണ്ടൊരു ഫോട്ടോയോ ഇതുപോലൊക്കെ തന്നെ ഏതാണ്ടൊരു കുൽസിത ഫോട്ടോയൊക്കെ റിലീസായെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. രേണുവിൻ്റെ കഥകളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഇവരെല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. ഈ കരിഷ്മയെ പറയുന്നുണ്ട് രേണുവിന് പൊള്ളുന്നുണ്ട്. ഈ കരിഷ്മയാണ് രേണുവിൻ്റെ പല വർക്കുകളും പിടിച്ചു കൊടുക്കുന്നത്. കരിഷ്മ പറയുന്നത് അങ്ങനെ വർക്കുകൾ കോർഡിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഇവരുടെ രണ്ടിൻ്റെ പ്രൊഫൈൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാനേജർ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പം ഞാൻ ഭയങ്കര കിടിലുമായിട്ടൊരു വ്യക്തി, ഞാൻ പൈസ കൊടുത്ത് ജോലി ചെയ്യിക്കുന്ന ഒരാളാണ് എൻ്റെ മാനേജർ. പക്ഷെ നമ്മൾ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ രേണു ആണോ ഇനി മാനേജർ അതോ കരിഷ്മയാണോ മാനേജർ എന്ന് നമുക്ക് തോന്നും. ഇവരുടെ രണ്ടിൻ്റെ പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഭയങ്കര നിഗൂഢകൾ ഒളിഞ്ഞിരിക്കുന്നൊരു സാധനമാണ് രേണുവിൻ്റെ മാനേജരും കരിഷ്മയൊക്കെ തമ്മിലുള്ള പ്രശ്നം. ഇനി ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ക്രിക്കറ്റ് അടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കാണുമല്ലോ.
നമ്മൾ ബിഗ് ബോസിൽ ഫേമസ് ആയിട്ടുള്ളതും അല്ലാത്തതും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നതായിട്ടൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രേണുവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഫുൾ മീഡിയസ് വരുന്നത്. സമ്മതിക്കണം, അനീഷ് അവിടെ ഉണ്ടായിരുന്നു, അനീഷിന് ഒരു പട്ടിക്കുട്ടിക്ക് പോലും വേണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒത്തിരി ആൾക്കാരോട് ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും ആർക്കും വേണ്ട, ഫുൾ ഫോക്കസ് ഓൺ രേണു ആയിരുന്നു. അപ്പോൾ രേണു ഒരാളെ കണ്ടപ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമുക്ക് ആ രംഗം ഒന്ന് കാണാം. കെട്ടിപ്പിടുത്തം മസ്റ്റാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു കെട്ടിപ്പിടുത്തം കാണാം. തെസ്നീഖാൻ എന്നല്ലേ ഇവരുടെ പേര്. ഇവരെ കണ്ടപ്പോൾ രേണു അയ്യോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിരിക്കണം. അപ്പം നല്ല കാര്യമാണ്. നമ്മൾ ഒരാളെ കാണുമ്പോഴത്തേനും അയാളുമായിട്ടുള്ള സ്നേഹം പങ്കിടണം. ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ ഉള്ള കെട്ടിപ്പിടുത്തമാണോ പരിചയത്തിൻ്റെ കെട്ടിപ്പിടുത്തമാണോ എന്ന് അറിയത്തില്ല. അത് രേണുവിന് മാത്രമേ അറിയത്തുള്ളൂ. ഗംഭീര പ്രകടനം കാഴ്ചവെച്ച അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോഴും ക്യാമറയിൽ നോക്കി ഉത്തരം പറയുന്നേ. നമ്മൾ തമ്മിൽ സംസാരിക്കുക. ഇവിടെ ഇങ്ങനെ ക്യാമറ ഇരിക്കും കേട്ടോ, നമ്മൾ സംസാരിക്കുക. കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ഇവർ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കുകളും ഒരു നോട്ടങ്ങളും ഓരോരു ചലനങ്ങൾ പോലും ക്യാമറ കിട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യമില്ല. നമുക്ക് റീച്ച് വേണമല്ലോ. ഇതെല്ലാം ക്യാമറ കിട്ടണം. ഇവിടെ സംസാരിക്കുമ്പോഴും അവിടെ ക്യാമറ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എന്നെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് സൂപ്പറായിട്ട് എടുക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കെട്ടിപ്പിടുത്തെല്ലാം ഷോ ഓഫ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണു സംസാരിക്കുമ്പോഴെല്ലാം ക്യാമറ നോക്കുന്നുണ്ട്. രണ്ടുപേര് പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കി കണ്ണി നോക്കി സംസാരിക്കുന്നത്. ക്യാമറ അവിടെ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നോക്കി ഉത്തരം പറയുന്നത് എന്തൊരു സെറ്റപ്പാന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കോടതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോടതിയിൽ ശരിക്കും വാദി പ്രതി ഉണ്ടെങ്കിലും ജഡ്ജിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. ഇത് അതേപോലൊരു സെറ്റപ്പാണ്. ആര് ചോദ്യം ചോദിച്ചാലും ഉത്തരം ക്യാമറയോട്, എന്നാലേ ഈ സാധനം പുറത്തു പോകത്തുള്ളൂ. പ്രകടനം കാഴ്ചവെച്ച അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തു. നിങ്ങളിതിപ്പോൾ എവിടെ നിന്ന് വന്ന് കുമ്മനടിക്കാനായിട്ട്? രേണു സുധി എവിടെ ഉണ്ടോ വാലായിട്ട് ശാരിക KB അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അവർക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയ ആരോടോ സംസാരിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഈ സൂചി കുത്താൻ ഒട്ടകത്തിന് ഇട കൊടുത്ത പോലെ തലതള്ളി കയറ്റുന്നേ? ഇപ്പം അവരെ കുമ്മനടിച്ച് ഞാൻ ഫേമസ് ആവണം. അവർ കോൺട്രവേഴ്സി ഇല്ലെങ്കിൽ ഞാൻ കോൺട്രവേഴ്സി ഉണ്ടാക്കും. അവർക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് എന്ന രീതിയിൽ അവർക്ക് കുറേ ഹെയ്റ്റ് ഉണ്ടാക്കും. രേണു ഉണ്ടെങ്കിൽ ഞാൻ മസ്റ്റാ. നിങ്ങളിതിപ്പോൾ എവിടെ നിന്ന് കയറി വന്ന്? നിങ്ങൾക്ക് എന്താ അതിനകത്ത് പ്രാധാന്യം? രേണുവിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പോഴേ ശാരിക KB വന്നിട്ട് ഞാനും ഉണ്ട് കേട്ടോ, രേണുവിനെയാണ് പറയുന്നത്, ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് ശാരിക ഓടിക്കയറി സകലമാന പ്രശ്നത്തിൽ വന്ന് തലതള്ളി കയറ്റുന്നതാണ്. നിങ്ങൾക്ക് എന്തരൻ്റെ കേടാണ് പറ? എനിക്ക് പേടി. ഇപ്പൊ നീയാണോ ബാറ്റുന്നത്? അവർ മൈൻഡ് പോലും ചെയ്തില്ല. പട്ടി വില പോലും ശാരികയ്ക്ക് കൊടുത്തിട്ടില്ല. പക്ഷേ ശാരിക അഭിപ്രായം പറഞ്ഞ് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നു. ശാരിക ഇതിനകത്ത് വന്ന് അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായത്തിന് ഒന്ന് മാനിച്ച് ഒന്ന് അക്നോളജ് ചെയ്തൊരു സാധനം പോലും അവരാരും പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഈ ഇമാതിരി കുമ്മനടി നിർത്തിയാൽ നന്നായിരിക്കും. ഇനി ഈ ശാരിക KB രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു സാധനം നമുക്കൊന്ന് കേൾക്കാമേ. കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അവര് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനിരിക്കുമല്ലോ രേണു സുധി. അവർ അഭിനയിക്കുക, ആൽബത്തിൽ പോവുക, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുക, ഇതൊക്കെയല്ലേ അവർ ചെയ്യുന്നത്. ഇത് തുടക്കത്തിൽ മാന്യന്മാരാരും രേണുവിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ മാന്യന്മാരൊന്ന് കട്ടായി പോയതാണ്. ഇത് മാന്യന്മാർ പറയുമ്പോഴല്ലേ നമ്മൾ മാന്യന്മാർ എടുക്കേണ്ടുള്ളൂ. മാന്യമല്ലാത്തവർ പറയുമ്പോൾ നമ്മൾ മാന്യന്മാർ എടുക്കേണ്ട കാര്യമില്ല. അപ്പം മാന്യന്മാർ രേണുവിനെ ഒന്നും പറയുന്നില്ല. അല്ലാത്ത കുറേമാരാണ് രേണുവിനെ കുറിച്ച് പറയുന്നത്. അവർ ആൽബം ഒക്കെ ചെയ്യുന്നു. ഈ രേണുവിൻ്റെ ഏതൊരു ഷോർട്ട് ഫിലിം റിലീസായിരുന്നു. നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നോ? ഷോർട്ട് ഫിലിമാണോ, ആൽബമാണോ, കവിതയാണോ, കല്യാണ ആൽബമാണോ, എന്തരാണെന്നൊരു പിടിയുമില്ല. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആൽബം തീർന്നു. സുന്ദരി പെണ്ണെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊരു സാധനം പടച്ചു വിട്ടിരിക്കുന്നേ. വ്യൂസ് ആണെങ്കിൽ അതീവ പരാജയം. രേണു എന്ന വൻമരം വീണു, എപ്പോഴോ വീണു. എന്തരാ സംഭവിക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശാരിക പറയുന്നത് മാന്യന്മാരാരും രേണുവിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അല്ലാത്ത ആളുകളാണ് രേണുവിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഏതാ ഈ മാന്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? രേണുവിൻ്റെ കൂടെ ആൽബത്തിൽ അഭിനയിക്കുന്ന, രേണുവിനെ കെട്ടിപ്പിടിക്കുന്ന ആരാണ് മാന്യന്മാർ? അതോ എവിടെ നിൽക്കുന്നവന് ഇവിടെ വരെ വിളിച്ചുകൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൻ മാന്യനാ, അതുകൊണ്ടാണ് അവിടുന്ന് ഇവിടെ വരെ വിളിച്ചുകൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ആ ചർക്കമൊന്നും മിണ്ടിയില്ല. അവനൊരു അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തുള്ള മാന്യന്മാരൊന്നും പറയുന്നില്ല. അല്ലാത്തവരാണ് രേണുവിനെ കുറിച്ച് കുറ്റം പറയുന്നതാണ് ശാരിക KB പറയുന്നത്. അതുപോലെ അവനവൻ്റെ പണിയെടുത്ത് ജീവിക്കും. മറ്റുള്ളവരെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരാളെ വലിച്ചു കീറുന്നതിന് ഒരു പരിധിയില്ലേ? അത് ശരിയാണ്, ഒരാളെ വലിച്ചു കീറുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഈ വലിച്ചു കീറാനായിട്ട് ഒരു തോന്നിവാസം വിളിച്ച് പറയുന്നതിനൊരു പരിധിയില്ലേ?
നിങ്ങൾ ഈ ശാരിക കേബിയുടെ വിചാരം പുള്ളിക്കാരി ഭയങ്കര കിടിലുമാണ്. ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാന്ന് പറയുന്നത്, ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് ലേഡി ബിഗ് ബോസ് എന്നാണ്, ഭയങ്കര സംഭവം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ ഇവരുടെ വിചാരം ഇവർ ഭയങ്കര കിടിലമാന്നാ. മാതാ ഒരു പട്ടിക്കുട്ടി പോലും നിങ്ങൾക്ക് വില തരുന്നില്ലെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയത് വളരെ നന്നായിരിക്കും. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ വിവരമില്ലായ്മയായിട്ട് വരുന്നത്. സപ്പോർട്ട് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കണം. ഇനി ഈ രേണു അതിഭീകരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ആരാധകയാണ്. അപ്പോൾ വോട്ട് ചെയ്ത സമയത്തും എൻ്റെ പാർട്ടി ജയിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ രേണു പറയുന്നുണ്ടായിരുന്നു. രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ രണ്ട് ഉത്തരം പറയാൻ തോന്നി. കാരണം ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുടെ സെയിം ആശയമായിട്ടാണ് രേണു വന്നിരിക്കുന്നത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, BJP എനിക്കിഷ്ടമല്ല, ഞാൻ ഈ രണ്ടു പേർക്ക് മാറി തിരിഞ്ഞ് വോട്ട് കൊടുത്തിട്ടുണ്ട്, BJPക്ക് ഞാൻ വോട്ട് കൊടുത്തിട്ടില്ല. സോ കുറച്ച് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. കൊടുപ്പിച്ചല്ലോ, ഇനി അടുത്ത പാർട്ടിക്ക് കൊടുക്കട്ടെ. എന്താ ജനങ്ങളാണല്ലോ എല്ലാം സഹിക്കാന്നുള്ളവർ. അപ്പം അടുത്തവർ ചെയ്യുന്ന എന്താന്ന് നോക്കാം. പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. കസേരകളിൽ തീരട്ടെ, സ്റ്റാൻഡിൽ ഇരിക്കട്ടെ, നമുക്ക് പറയാം. ഇത്രയും ദിവസമായിട്ട് നാദിനില്ല കളരി പോലല്ലേ നമ്മുടെ. ഓക്കെ, നാഥനില്ല കളരി പോലെ UDFകാർ അവിടെ കസാര കളിച്ചുകൊണ്ടിരിക്കുക. 10 ദിവസമായി നമ്മൾ ഭരണത്തിൽ UDFകാരെ കേട്ടിട്ട് ഇതുവരെ അവർക്ക് കസാര കളിച്ച് തീർന്നിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, മന്ത്രിസഭയെ രൂപീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്തുവാ അവർ കാണിക്കുന്നത്, എന്തുവാ എന്നാണ് ചോദിക്കുന്നത്. ഇത് തന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. രേണു മാത്രം പറയുന്നുണ്ട്. ശാരിക പോട്ട് പുള്ളിക്കാരി ഫുള്ള് വിവരക്കേടാ പറയുന്നത്. പുള്ളിക്കാരിയായിട്ട് കുറച്ചും കൂടെ ബോധമുള്ള കാര്യങ്ങളൊക്കെ രേണു പറയുന്നത്. ഒന്നുകൂടെ രേണു പറയുന്ന പുതിയൊരു കാര്യം കൂടെ കേൾക്കാം. ആരും മുഖ്യമന്ത്രി ആകാത്ത ആരെങ്കിലും ഒന്ന് മുഖ്യമന്ത്രി ആവട്ടെ, എന്നാലേ ഭരണം നന്നാവത്തുള്ളൂ. നമ്മളിപ്പോ നാദിനില്ല കളരി പോലാണ് നമ്മുടെ കേരളം. കസാരകളി പോലെ ഓടുകയാണ് 3 പേരും കൂടെ. ആരെങ്കിലും ഒന്ന് ഇരിക്കട്ടെ, ഇന്ന് ഭരിക്കട്ടെ, അത്രേ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അതെ, നാദിനില്ല കളരി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് ആരെങ്കിലും ഒന്ന് ഇരിക്കുക, അല്ല ആരെങ്കിലും ഒന്ന് ഭരിക്കുക. ഞാനിപ്പോൾ കുറേ റീലുകളൊക്കെ കണ്ടപ്പോഴത്തേനും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അടിയുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആ നേതാക്കന്മാരിലും വിശ്വസിക്കുന്ന, കമ്മ്യൂണിസം എന്ന ആശയത്തിലല്ല, ഈ നേതാക്കന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് അവരെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നുള്ളൂ, കസേര കളിക്കുന്നേ ഉള്ളൂ. ഇത് വേണ്ടേ, ഭരണപക്ഷം എവിടെ, മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നടപ്പുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, പ്രതിപക്ഷ നേതാവ് എന്തിയെ? അല്ല, അവിടെ കസാര കളിക്കുന്ന പോലെ തന്നെ ഇവിടെയും മാനത്ത് നോക്കി ഡബർ ബാൻഡും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് വിജയ് മത്സരിച്ച് മെജോറിറ്റി കിട്ടാതെ മറ്റ് പാർട്ടികളെ കൂട്ടിച്ചേർത്ത് മെജോറിറ്റി ഉണ്ടാക്കി ഗവർണറെ 2 തവണ പോയി കണ്ട് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് പദവിയേറ്റു. ഇവിടെ ഇപ്പോഴും ഭരണപക്ഷമാരാ, പ്രതിപക്ഷമാരാ, മലയാളികളാരാ, അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടാണ് ഈ കമ്മ്യൂണിസ്റ്റ് ടീമുകൾ വന്നിട്ട് മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തു, കസാര കളിച്ച് തീർന്നോ, തമ്മിൽ തല്ലി തീർന്നോ. ഇല്ല, പ്രതിപക്ഷ നേതാവ് ആരാ ഇതിനകത്ത്? പ്രതിപക്ഷ നേതാവിനെ തീരുമാനമായോ? നേരത്തെ മുഖ്യമന്ത്രി എന്തെങ്കിലും മൊഴിയുന്നുണ്ടോ? ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നടക്കട്ടെ. എല്ലാം രേണു പറയുന്നതിനെ പിന്നെ ഞാൻ ആ ഒരു സെൻസിൽ എടുക്കുന്നുള്ളൂ. മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളിൽ വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ആശയമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെ ഒന്നും ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ ഇത് കുറേ ഉമ്മർ എന്തുവാണോ കാണിക്കുന്നത്. എന്തായാലും ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് ആരെ ജയിച്ചതെന്ന് എനിക്കറിയത്തില്ല. രേണു വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് എങ്ങാണ്ട് കടന്നവനെ പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി മീറ്റ് ചെയ്യാം. അപ്പോൾ കോഫി ഡേറ്റിന് വേണ്ടി ആദ്യം മാനേജറെ മീറ്റ് ചെയ്യണം. മാനേജറാണ് ഏറ്റവും നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് ഈ മാനേജർ. അപ്പോൾ മാനേജറെ കണ്ടിട്ട് രേണുവായിട്ട് വേണം നമുക്ക് കാശ് കൊടുത്ത് പോവാം. എന്തിന്? കാപ്പി കുടിക്കാൻ പോവാം, അല്ല വേറെ പൊക്കൊന്നുമില്ല, കാപ്പി കുടിക്കാൻ പോവാം, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോവാം. പക്ഷേ നമ്മൾ ആദ്യം രേണുവിനാണെങ്കിൽ രേണു ഓടി വന്ന് ക്യാമറയുടെ മുമ്പിൽ വന്ന് കെട്ടിപ്പിടിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സംഭവം. ഏതായാലും നിങ്ങളുടെ ഈ രേണുവായിട്ടുള്ള വിഷയത്തിലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തിയിട്ടാണ്.